ഹായ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ സ്നേഹവും പരിഗണനയൊക്കെ കൊടുക്കുന്നത് ആർക്കാണ്? നിങ്ങളുടെ പാർട്ട്ണർക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിജയിച്ചെന്നുള്ളതാണ്. നമ്മുടെ പേരൻസിനും നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ പ്രത്യേകം കെയർ കൊടുക്കാറുണ്ട്. അതെന്തായാലും അത്യാവശ്യമൊക്കെ തന്നെയാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഓടി നടക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്ന സമയത്തും ഒരാൾ നമ്മൾ മാറ്റി നിർത്തുന്നുണ്ട് അല്ലേ? അവർക്ക് വേണ്ടി ഒരു ക്വാളിറ്റി ടൈം നമ്മൾ കൊടുക്കുന്നില്ല. അവർക്ക് എന്തൊക്കെയോ ആവശ്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ നിറവേറ്റി കൊടുക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ ജീവിതാവസാനം വരെ നമ്മൾ കൂടെ ഉണ്ടാവുന്ന ഒരാളാണ് നമ്മുടെ ലൈഫ് പാർട്ട്ണർ എന്ന് പറയുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും കെയർ കൊടുക്കേണ്ടതും സമയം കൊടുക്കേണ്ടതും അത്യാവശ്യമാണ്. നമുക്കറിയാം ഒരു ചായ കുടിക്കുന്ന ഒരു ടൈമെങ്കിലും അവിടെ നിങ്ങൾ കൊടുക്കുക. ആ ഒരു സമയത്ത് നിങ്ങൾ ഉള്ളു തുറന്ന് സംസാരിക്കാനും തമാശകൾ പറയാനില്ലേ, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പറയാനും നിങ്ങൾ മുന്നോട്ട് വരാമെന്നുള്ളതാണ്. പലരും പല കാര്യങ്ങളൊക്കെ പറയാൻ മടിയുള്ളവരുണ്ടാവും അല്ലേ. നിങ്ങൾക്ക് ചെയ്തിട്ടുള്ള നന്മകളൊക്കെ പറയാമെന്ന് പറയുമ്പോൾ ഒരു ചമ്മലൊക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെക്കാം. ഒരു ബുക്കിൽ ജേർണലിങ് എഴുതാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ. അതുപോലെ ഒരു ബുക്കിൽ നമുക്ക് നന്ദി പറയേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ എഴുതി വെക്കാം. ചിലപ്പോൾ നമുക്ക് അതൊക്കെ കാണുന്ന സമയത്തല്ലേ, പിന്നീട് അത് വായിക്കുന്ന സമയത്തൊക്കെ നമുക്ക് വളരെയധികം സന്തോഷം തോന്നാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ജേർണലിങ് രൂപേണ നമ്മൾക്ക് നമ്മുടെ ഹസ്ബൻഡ് എന്തൊക്കെയാണ് ചെയ്തു തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ എന്തൊക്കെയാണ് ചെയ്തു തന്നിട്ടുള്ളത്, അതൊക്കെ നിങ്ങൾ എഴുതി വെക്കാം. നല്ലൊരു സമയമല്ലേ അവർക്ക് വേണ്ടി ഒന്ന് സംസാരിക്കാനും ഉള്ളു തുറന്ന് സംസാരിക്കാനും ഒരു ഫ്രണ്ട്ലി ആയിട്ട് അല്ലേ ഒന്ന് അടുക്കാനും നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം രണ്ടുപേരും രണ്ട് സാഹചര്യങ്ങളിൽ നിന്ന് വളർന്നു വന്നവരാണ് അല്ലേ. രണ്ടുപേർക്കും ഡിഫറെൻറ്റ് ക്യാരക്ടറായിരിക്കും ഉണ്ടാവാം. ഒരുപോലെയുള്ളവരൊക്കെ കുറവായിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കില്ല, ഒരു സ്വാഭാവികമാണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നമ്മളെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തല്ലേ നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ വിജയിച്ചു എന്നുള്ളതാണ്. ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനും നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്താനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അല്ലേ. അതുപോലെ നമ്മുടെ പാർട്ട്ണർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കുന്നുണ്ടോ? നമുക്കറിയാം നമ്മളൊരു നിഷ്കളങ്കമായിട്ടുള്ളൊരു സ്നേഹമാണ് അല്ലേ, ആത്മാർത്ഥതയോടുകൂടിയുള്ള സ്നേഹമാണ് അങ്ങോട്ട് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് തിരിച്ചു കിട്ടുന്നുള്ളത് ഉറപ്പാണ് അല്ലേ. എന്തെങ്കിലും ഒരു കളങ്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ തന്നെ ആയിരിക്കും നമുക്ക് തിരിച്ചു കിട്ടും. നമുക്ക് പ്രിയപ്പെട്ടിട്ടുള്ള ആ ഒരു ടൈം, കുറച്ച് സമയം അവരോടൊപ്പം സംസാരിക്കാൻ നിങ്ങൾ തയ്യാറെടുത്താൽ മാത്രം മതി. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക അല്ലേ. അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നന്ദി പറയാം. ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടുവച്ചിട്ടുണ്ടാവും അല്ലേ. അത് പറഞ്ഞിട്ടായിരിക്കും നമ്മളെപ്പോഴും അടിപിടി കൂടുന്നത് അല്ലേ. പക്ഷേ നമ്മളെപ്പോഴും ചെയ്തു തന്നിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ഒന്ന് നന്ദി പറഞ്ഞു നോക്കിയേ, തീർച്ചയായിട്ടും നിങ്ങൾക്കത് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ അല്ലേ, നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്തുണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കുക. അതുപോലെ എപ്പോഴും നമ്മൾ ഒരു യാത്ര പോകാനും നമ്മൾ വാം ടച്ചില്ലേ, നമുക്ക് കൈ കോർത്ത് പിടിച്ച് നടക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. നല്ല ഹാപ്പി ആയിട്ട് എല്ലാവർക്കും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ.